ഇത് ഷംഷാദ് മരക്കാർ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഷംഷാദ് മരക്കാർ തോറ്റു എന്ന വിവരമാണ്. ഫൈസൽ നെടുമ്പാല വിവരവുമായി. ഫൈസൽ, എന്താണ് ഉണ്ടായത് അവിടെ? UDFിന് പനമരം ബ്ലോക്കിൽ പൂതാട് ഡിവിഷനിൽ അപ്രതീക്ഷിത തോൽവി ഉണ്ടായിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. അവിടുത്തെ വിമതനായിരിക്കുന്ന ബിനു ജേക്കബാണ് അവിടെ വിജയിച്ചത്. 1272 വോട്ടുകൾക്കാണ് ഷംഷാദിന്റെ തോൽവി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷംഷാദിന് വിമതനായി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബിനു ജേക്കബാണ് ഷംഷാദിനെ പരാജയപ്പെടുത്തിയത്. ഈ വിമത ശല്യം കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഈ ഷംഷാദിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ആ ഇടത്ത് ഷംഷാദ് 2ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർഡിൽ LDF മുന്നിലാണ് എന്നൊരു വാർത്ത വന്നിരുന്നു. അവിടെ UDFിന് നേരിയ വിജയം എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എന്താണ് ഉണ്ടായത്? 24ാം വാർഡിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ആഴ്ചത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം വന്ന് വോട്ട് ചെയ്തത്. ആ വോട്ട് എന്തായാലും അദ്ദേഹത്തിന് മുതലായി എന്ന് പറയാം. കാരണം വെറും 8 വോട്ടിനാണ് അവിടെ വിജയിച്ചത്. അവിടെ കിദർ മുഹമ്മദ് എന്ന ഒരു UDFിന്റെ കോൺഗ്രസിന്റെ മുൻ DCC അംഗം കൂടിയായ കിദർ മുഹമ്മദ് വിമതനായി മത്സരിച്ചിരുന്നു. ആ വിമതനാണ് 2ാം സ്ഥാനത്ത് എത്തിയത്. ഈ പ്രക്ഷോഭ് എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 8 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇപ്പോൾ നിലവിൽ 24 സീറ്റുമായി BJP മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി 4 വാർഡുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. 3 സീറ്റുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ BJP കേവല ഭൂരിപക്ഷം ലഭിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറുകയും ചെയ്യും. ശരി, എന്തായാലും രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്ത വാർഡിൽ UDF സ്ഥാനാർത്ഥി നേരിയ വോട്ടിന് ജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ, കണ്ണൂർ കോർപ്പറേഷനിലെ 9ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു. 50 വർഷം തുടർച്ചയായി LDF ജയിച്ചു എന്ന വാർഡാണ് കണ്ണൂർ കോർപ്പറേഷനിലെ 9ാം വാർഡ്. അവിടെ മുസ്ലിം ലീഗിന്റെ P അഷ്റഫ് വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അട്ടിമറികളുടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പല പ്രമുഖരും തോറ്റമ്പിയിരിക്കുന്നു, പല അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതും ഈ രംഗത്ത് ഇവിടെ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ ഉരുക്കുകോട്ടകൾ തകർന്നടിഞ്ഞ LDFിന്റെ ഉരുക്കുകോട്ടകൾ തകർന്നടിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ കൊല്ലം കോർപ്പറേഷനിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് KPC ജനറൽ സെക്രട്ടറി PM നിയാസ് തോറ്റിരിക്കുന്നു. മേയറുടെ വാർഡിൽ, നിലവിലെ സിറ്റിംഗ് മേയറുടെ വാർഡിൽ LDF തോറ്റിരിക്കുന്നു തുടങ്ങിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അനിലക്കര, മുൻ MLA കൂടിയായ അനിലക്കര ജയിച്ചിരിക്കുന്നു. K ശബരിനാഥൻ ജയിച്ചിരിക്കുന്നു. വൈഷ്ണ സുരേഷ് ജയിച്ചിരിക്കുന്നു. അങ്ങനെ ജൈവവും തോൽവിയും മാറി മറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പക്ഷെ അപ്പോഴും UDF തങ്ങളുടെ സമഗ്രാധിപത്യം എല്ലായിടത്തും തുറന്നിരിക്കുന്നു. കോർപ്പറേഷനിൽ 4 മുനിസിപ്പാലിറ്റികളിൽ 56 ജില്ലാ പഞ്ചായത്തിൽ 8 ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ എല്ലായിടത്തും സമഗ്രമായ ഒരു വിജയമാണ്, ഉജ്ജ്വലമായ വിജയമാണ് UDF ഉണ്ടായിട്ടുള്ളത്. ശരി, എന്തായാലും LDFിനെ സംബന്ധിച്ച് അവർ വിചാരിക്കാത്ത വലിയ പരിക്കുണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സാധാരണ നിലയ്ക്ക് വലിയ പരാജയം ഉണ്ടായാൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാതിരിക്കുകയാണ് ചെയ്യുക. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന രീതി, ഇതിപ്പോ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കപ്പൽ ആടിയുലയുകയാണ് സാർ, ആടിയുലയുകയാണ്. ആ കപ്പിത്താൻ മാധ്യമങ്ങളെ കാണുമോ, അതോ MV ഗോവിന്ദൻ മാസ്റ്റർ വന്ന് മാധ്യമങ്ങളെ കണ്ട് ഇതൊരു പരാജയമല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ തിയറീസ് ആണോ നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നറിയില്ല. എന്തായാലും LDFിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറഞ്ഞാൽ അടിത്തറ ഇളകി പോകുന്ന തോൽവിയാണത്. കേവലമായ അത് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പിടിക്കുകയാണെങ്കിൽ അവിടെ ആരുടെ വോട്ടാണ് BJP നേടിയെന്ന ചോദ്യം കൂടിയുണ്ട്. തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നപ്പോൾ അത് കോൺഗ്രസിന്റെ വോട്ടൊഴുകിപ്പോയി BJPയിലെ സുരേഷ് ഗോപി ജയിച്ചതാണെന്ന് പറയാമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെ ജയിച്ചു NDA എന്ന ചോദ്യത്തിന് LDF മറുപടി പറയേണ്ടി വരില്ലേ നിഷാദ്? ശരി, അതാണ് CPMനെ സംബന്ധിച്ച് അവർ വിശദീകരിക്കേണ്ട വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട്.